കൊല്ലം തിരുവനന്തപുരം അതിർത്തി പ്രദേശമായ നിലമേൽ വേക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞു. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. തട്ടത്തുമല വട്ടപ്പാറ റോഡിലാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? വിഷ്ണു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത്. അതായത് സ്കൂൾ ഇന്ന് ഉച്ചവരെയാണ് ഉണ്ടായിരുന്നത്. ഈ ഭാഗത്ത് പഠിക്കുന്ന, അതായത് ഇവിടെ നിന്നും ആ സ്കൂളിലേക്ക് പോയി പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരെ തിരികെ കൊണ്ടുവിടാൻ വേണ്ടിയാണ് ഈ സ്കൂൾ വാഹനം എത്തിയത്. ഈ കയറ്റത്തിൽ വെച്ച്, അതായത് സ്കൂൾ വാഹനം മുകളിലേക്ക് പോകുന്ന വഴി തിരികെ എതിർവശത്തേക്ക് ഒരു വാഹനം വരികയും അതിന് സൈഡ് കൊടുക്കുമ്പോഴാണ് ഈ അപകടമുണ്ടാകുന്നത്. ഈ സ്കൂൾ വാഹനം മറിഞ്ഞ് ഒരു റബ്ബർ പുരയിടത്തിലേക്ക് വീഴുകയായിരുന്നു. 25ഓളം കുട്ടികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അവിടെ നാട്ടുകാരും പോലീസൊക്കെ എത്തി കുട്ടികളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അതിൽ ചില കുട്ടികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. അതായത് സ്കാനിംഗ് അടക്കമുള്ളവ എടുക്കുവാൻ വേണ്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളത്. നിലവിൽ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതിന്റെ ഒരു വ്യക്തതയ്ക്കായി. എന്തായാലും ഡ്രൈവർ അടക്കമുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തായാലും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരവെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. നിരവധി കുട്ടികൾ ഈ വാഹനത്തിൽ ഉള്ളിലുണ്ടായിരുന്നു. ആ ബസ് മറിഞ്ഞു കിടക്കുന്നത് തന്നെ വലിയ ഭീകരമായിട്ടുള്ള ഒരു അപകടമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാഗ്യത്തിന് തന്നെ കുട്ടികൾക്ക് ഗുരുതരമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ആശുപത്രികളിലൊക്കെയായി ഈ കുട്ടികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെയുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെയായിരുന്നു. അതായത് ഈ കൊച്ചുകുട്ടികളാണ് ഈ സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത്. ഈ പാപ്പാല ജ്യോതി സ്കൂളിലെ കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളും നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ വാഹനം അവിടെ നിന്ന് മാറ്റുവാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. വിഷ്ണു, ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.